നമുക്കിന്ന് ഗുരുവായൂർ രസക്കാളനാക്കാം. അതിന് സെയിം മത്തങ്ങയും കുമ്പളങ്ങയും ഒരേ അളവിലെടുത്തിട്ടുണ്ട്. അതിൽ പച്ചമുളക് ഇടാം. 2 പച്ചമുളക് കീറിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച പൊടി. പിന്നെ ഇതിൻ്റെ മെയിൻ ചില്ലി ഫ്ലെക്സാണ്. കുറച്ചേ ഇടുന്നുള്ളൂ, ഇവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ്. പിന്നെ തൈര്, ആവശ്യത്തിന് തൈര് ഒഴിച്ചിട്ടാണ് ഇത് വേവിക്കൽ. നമുക്ക് അതിനാവശ്യത്തിനുള്ള തൈര് ഒഴിക്കുക. ഇനി ഉപ്പും കൂടി ഇടാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളമായിട്ടാണ് വേണ്ടത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് തൈരിൽ ഇങ്ങനെ വേകണം. അതാണ് ചിലർ പുളിവെള്ളം ഒഴിച്ചിട്ടും ആക്കലുണ്ട്. അപ്പോൾ തൈരിലാക്കാം. ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതിലേക്ക് തേങ്ങയും ജീരകവും പച്ചമുളകും തൈര് ചേർത്ത് അരച്ചെടുക്കാം. നമ്മൾ കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. തൈരിൽ പുക കാരണം കാണുന്നുണ്ടോയെന്നറിയില്ല, ചുറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും പച്ചമുളകും ജീരകവും തൈര് ചേർത്ത് അരച്ചത് ചേർക്കാം. അത് നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്, ചേർക്കാം. അരപ്പതിൽ ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം വെക്കണം. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും വച്ച് പരിചയമുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമില്ലെങ്കിൽ പറഞ്ഞ കേട്ടോ. കഴിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. പണ്ടങ്ങാണ്ട് കഴിച്ചിട്ടുണ്ട്. കാരണം ബുധനാഴ്ച ഗുരുവായൂർ പോയിരുന്നു. അപ്പോൾ രസക്കാളനല്ലായിരുന്നു, അവിടെ പുളിശ്ശേരിയും പിന്നെ മത്തങ്ങയും പയറും എലിശ്ശേരി, പിന്നെ പരിപ്പും കായയും മുളകും നെല്ലിക്കച്ചാറും അതായിരുന്നു. പിന്നെ മോരും, കുറച്ച് മോരും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് മോരും കൂടി ചേർക്കാം. ഇനി ഇത് കടുക് വറുത്തിടാം. ശരിക്കും എണ്ണയിലാണ് കടുക് വറുത്തിടൽ. പക്ഷെ ഇവിടെ വെണ്ണയില്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യിലാണ് കടുക് വറുത്തിടുന്നത്. ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം. നല്ല ചൂടായിട്ടുള്ളത്. ആവശ്യത്തിന് കടുകിടാം. ഇത് ഓഫാക്കിയിട്ടാണ് ഇതിലേക്ക് കറിവേപ്പിലും ചൂടായി ചില്ലി ഫ്ലെക്സ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു. നമ്മുടെ ഗുരുവായൂർ രസക്കാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ പെയിൻറ്റിങ് പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ സംസാരിക്കുന്നത് ഇതിൽ കേൾക്കാൻ പറ്റുമേ. നമ്മുടെ ഗുരുവായൂർ രസക്കാളൻ.